Nitish bro, focus on this side also. Okay, ready? Hi. അപ്പോൾ ഇന്ന് നമുക്കൊരു സന്തോഷത്തിന്റെ ദിനമാണ്. നമ്മുടെ ഫ്ലോറിൽ നിന്ന് തന്നെ പോയിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് തിരിച്ചു വരികയാണ് ഇങ്ങോട്ട്. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അത് വേറെ ആരുമില്ല, രാജമൗലിയുടെ ഇപ്പോൾ റിലീസാനിരിക്കുന്ന ഒരു പുതിയ സിനിമ ഏമണ്ടി താമണ്ടി വാഴപ്പിണ്ടി എന്ന ചിത്രത്തിലെ മെയിൻ ഹീറോ നമ്മുടെ ഈ ഫ്ലോറിൽ നിന്ന് പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അമ്പിളിക്കുട്ടനെ ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Come on. ഹായ് സർ, വെൽക്കം. എവന്റെ പടം മിക്കവാറും പൊളി പറയാടാ. എണ്ണക്കേട് പറയല്ലേ പൊളിയൂ, അത് ഇറങ്ങിയിട്ടോട്ടെ പൊളിയായി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ അമ്പിളിക്കുട്ടനായാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് പോയതുപോലെ അല്ല അദ്ദേഹം വന്നിരിക്കുന്നത്. എങ്കിൽ തന്നെയും നമുക്ക് സന്തോഷമുണ്ട്. അപ്പോ ഇന്റർവ്യൂലേക്ക് കടക്കാം. ഇനി കടന്നിട്ടാണ് ചെയ്യണ്ടെങ്കിൽ കിടക്കാം. ഇന്റർവ്യൂലേക്ക് പ്രവേശിക്കാം, തുടങ്ങാം. അപ്പൊ സാർ, എന്നെ സാറേ നിന്ന് വിളിക്കരുത്. ഞാൻ ഇവിടുന്ന് നമ്മൾ ഒരുമിച്ച് സ്കിറ്റ് കളിച്ചിട്ടുള്ളേ ഇവിടെ. എന്നാലിപ്പോ ആ നിലയിലല്ലേ നിൽക്കുന്നത്, മെഗാസ്റ്റാർ അല്ലേ? അങ്ങനെ കരുതണ്ട. പിന്നെ എന്താണ് വിളിക്കേണ്ടത്? എന്നെ അനങ്ങുന്ന വിളിച്ചാൽ മതി. അനങ്ങുന്നയാ? അങ്ങനെ വിളിക്കും. അങ്ങനെ അങ്ങനെ വിളിച്ചാൽ മതി. അപ്പൊ എന്തായാലും എനിക്ക് സാറെന്ന് വിളിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുറച്ച് വിശേഷങ്ങൾ അറിയണം. ഇപ്പം സിനിമ ഏകദേശം റിലീസ് ആകാനുള്ളത് പോവാണ്. അപ്പോ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പറയാം, എല്ലായിടത്തും പറയാം. അപ്പൊ അവിടുത്തെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. രാജമൗലി സാറായിട്ട് എങ്ങനെയായിരുന്നു? നല്ല കമ്പനി ആയിരുന്നു. നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ. എന്തായാലും ഈ തെലുങ്ക് പടമൊക്കെ പറയുമ്പോൾ നല്ല ഒരുപാട് കാശ് കാണും അല്ലേ? കാശൊക്കെ ആയി കാണും. ഒരുപാടൊന്നും ഇല്ല, എന്നാലും ഇപ്പൊ ഞാൻ വീടൊക്കെ വെച്ചു. വീട് വെച്ചു. ആ ശരി, വലിയ വീടാണോ? ഏകദേശം വലിയ വീടാ. എന്റെ പണിഞ്ഞ മേച്ചിരിക്കാൻ 5 CPR കൊടുത്തു. സുഖമില്ലയാ? അല്ല, മറ്റേ കാശായിട്ട് കൊടുക്കുമല്ലോ. ഇപ്പൊ കാറായി, വീടായി, ഇനി ഒരു പെണ്ണ് വേണം. കറക്റ്റ്, ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി. ശരി, പെണ്ണ് വേണം. എങ്ങനെയായിരിക്കണം? മനസ്സിലുള്ള നല്ല സുന്ദരി ആയിരിക്കണം, തറവാട്ടി പറഞ്ഞൊരു കുട്ടി ആയിരിക്കണം. പിന്നെ ജോലി വേണം, ശമ്പളം വേണം. ഇതിന് ശമ്പളം? എന്നാലും എനിക്ക് വാടക തരാൻ പറ്റുമോ? വാടക കൊടുക്കാൻ? വീട് വാടകയ്ക്ക്. ബന്ധം ബന്ധുക്കൾക്കും കൊടുക്കും. അതല്ല ഞാൻ പറഞ്ഞത്. കല്യാണം കഴിച്ചവർക്കും കൊടുക്കാം. നമുക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. വീട് കെട്ടിയിട്ടേക്കല്ലേ. ഇഷ്ടം. ഓക്കെ. പിന്നെ ഈ രാജമൗലി സാറായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാന്ന്? നല്ല മനുഷ്യനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറിനും അതേപോലെ തന്നെ അതുള്ള സാറിന്റെ കുടുംബക്കാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? ഈ രാജമൗലി സാറിന്റെ വകയിൽ ഒരു പെൺകുട്ടിയുണ്ട്, എന്റെ ഭയങ്കര ഫാനാണ്. രാജമൗലി സാറിന്റെ വകയിലുണ്ട്, അത് രാജ ലൗലി. ആ കുട്ടിയുടെ പേര് രാജ എന്നുണ്ട്. അവര് രാജ പിടിച്ചാണ് പോകുന്നത്. ആണല്ലേ? വീട്ടിന്റെ ഫ്രണ്ടിൽ മുറുക്കാങ്കട നടത്തുന്നത് രാജകുമാരൻ. രാജകുമാരൻ മുറുക്കാങ്കട നടത്തു? കുമാരൻ എന്നാണ് പേര്. രാജ പുള്ളി കൂട്ടിച്ചേർത്ത ഇതിന്റെ മുമ്പിലല്ലേ വീട്. അത് ശരിയാ. അപ്പൊ വീട്ടിലെല്ലാവർക്കും രാജ പേരുണ്ട്. പിന്നെ പുള്ളിയുടെ വീട്ടിൽ സാധാ പാമ്പൊന്നും കയറൂല, രാജ വെമ്പാല. പുള്ളിയുടെ വീട്ടിൽ പണിക്ക് വരുന്നവരൊക്കെ രാജശില്പികൾ. അങ്ങനെയുണ്ട്. പുള്ളിക്ക് അങ്ങനെ ഇഷ്ടമുള്ളൂ. എന്തിനേറെ പറയുന്നു, പുള്ളിയുടെ വീട്ടിലൊരു പള്ളി ഇരിപ്പുണ്ട്, രാജഗൗളി. അങ്ങനെയാണ് അവിടെ സംഭവം. വിശേഷം കേൾക്കുന്ന ഭയങ്കര രസമുണ്ട്. സാർ, ഇപ്പൊ സിനിമ റിലീസായി കഴിഞ്ഞാൽ തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും വിളി വരാൻ ചാൻസ് ഉണ്ടോ? എന്തിന് റിലീസ് ആവണം? എന്റെ തോമസ് എല്ലാ ഭാഷയൊന്നും വിളി വരും. അതല്ല ഞാൻ ചോദിച്ചത്, വേറെ വിഷയങ്ങൾ കിട്ടാനേ ഒരുപാട് നമുക്ക് ഭാഷയിൽ പോയി അഭിനയിക്കണമല്ലോ, അതുകൊണ്ടാണ്. സാർ, ഇപ്പൊ ഈ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? അതെനിക്കറിഞ്ഞൂടാ. ഞാൻ ചെന്നപ്പോ ഗോസിപ്പ് ഇല്ലായിരുന്നു, സിപ്പപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഈ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ കോ സ്റ്റാർസിന് വിവാഹം കഴിക്കുന്ന ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൂടെ അഭിനയിക്കുന്ന നടനെയോ നടിയോ കല്യാണം കഴിക്കുന്നത്. അത് ഒരു സിനിമാ നടി ഇപ്പം ഈ ദേവരുള്ള ഒരുത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. പുഷ്പയിലൊക്കെ ഉള്ള രശ്മി പിടിയാന, രശ്മിക മന്ദാന, അത് കല്യാണം കഴിച്ചു. ദേവരുള്ള ഈ എറണാകുളത്ത് ദേവരുള്ള പിന്നെ ആരെയാണ് കെട്ടിയത്? വിജയ് ദേവരുള്ളവനെ കൊണ്ട്. വിജയ് ദേവർകൊണ്ട, അതാണ് പേര്. പുള്ളിയെ കല്യാണം കഴിച്ചു. അപ്പൊ അവരുടെ സാർ നല്ല കമ്പനിയാണ്, ഭയങ്കര കമ്പനിയാണ്. ആണല്ലേ? മെഗാസ്റ്റാർ എന്നുള്ളത് ഒരു പടം കൊണ്ട് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. അതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്ത്. അവിടെ മെഗാസ്റ്റാർ മറ്റേ ഇയാളുണ്ടല്ലോ, ചിരഞ്ജീവി. തെലുങ്കിൽ പുള്ളിന്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്ക് ഇനി വേണ്ട, നിനക്ക് വേണമെങ്കിൽ എടുത്തു 200 രൂപ കൊടുത്താൽ.
200 രൂപയ്ക്ക് മെഗാസ്റ്റാർ കൊടുത്താ? നമുക്ക് എന്തെങ്കിലും ആവശ്യം കാണും അവർക്കൊക്കെ. പൈസക്ക് നമ്മളെന്തല്ലോ വാച്ച് കൊടുക്കുന്നില്ല നമ്മള് 200 രൂപയ്ക്ക്. അതുപോലെ എന്തെങ്കിലും കാണും ആവശ്യങ്ങള്. സാർ ഒരു കാര്യം ചോദിക്കട്ടെ, സാറിന്റെ ഈ പടത്തിൽ എന്തെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി ഒരു സത്യം പറഞ്ഞ ട്രെയിലർ പോലും ഇറങ്ങിയിട്ടില്ല. ഇല്ലല്ലേ, ഇനി ഇറങ്ങട്ടെ. പുള്ളി എല്ലാം ഭയങ്കര ഹൈഡിങ് ആണ്. അങ്ങനെയാണ് പുള്ളി ആണല്ലേ? അപ്പൊ ഈ ട്രെയിലറിൽ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് സാറിന്റെ ഏതെങ്കിലും ഒരു സീൻ ഒന്ന് അറിയാൻ പറ്റുമോ? സീൻ എന്ന് പറഞ്ഞാൽ സാറിന്റെ ഇൻട്രോ സീൻ എന്തെങ്കിലും ഒന്ന് അറിയാൻ? ഇൻട്രോ സീൻ എന്ന് പറഞ്ഞാൽ ഉഗ്ര ഇൻട്രോ സീനാണ്. ആ തുടക്കം തന്നെ നായികയും ഞാനിവിടെ മഴയത്ത് രാത്രി ഇങ്ങനെ വരും ഒരു പാട്ട് സീനില്. അപ്പൊ വൈറലാവാൻ ചാൻസ് ഉണ്ടാ? ഇല്ല, ഒരു ദിവസം പരിചയമല്ലേ ഉള്ളൂ. ഇല്ല,